ഹിന്ദു ദർശനങ്ങളും വിവേകാനന്ദ ദർശനങ്ങളും തമ്മിലുള്ള താരതമ്യത്തിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ഹിന്ദുത്വ പൊളിറ്റിക്സിനെ കുറിച്ചും വിവേകാനന്ദ ദർശനങ്ങളെക്കുറിച്ചും അവിടെയാണ് താങ്കൾ റിയാസ് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. അല്ലാതെ താങ്കൾ ഒന്നാം ഘട്ടത്തിൽ തന്നെ പറയുമ്പോൾ ഇടപെടണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. നോക്കൂ, നിങ്ങൾ ഈ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞത് 1990കളുടെ തുടക്കം മുതൽ ഈ പറയുന്ന രക്തപ്പുഴ ഒഴുക്കൽ നിങ്ങളുടെ രാഷ്ട്രീയ പദ്ധതിയാണ്. പക്ഷേ 2014 മുതൽ 24 വരെയുള്ള കാലഘട്ടം എടുത്താൽ എബ്രഹാമിക് മതങ്ങളോടുള്ള വെറുപ്പും ശത്രുതയും ഹിന്ദുത്വത്തിൻ്റെ സിദ്ധാന്തമാക്കി അവതരിപ്പിച്ചവരാണ് യഥാർത്ഥത്തിൽ BJPയും RSSും. ശ്രീ എസ് സുരേഷ്, അതായിരുന്നില്ല യഥാർത്ഥത്തിൽ വിവേകാനന്ദ സ്വാമികളുടെ ദർശനം. ശരിയോ തെറ്റോ? അല്ലെങ്കിൽ അതിന് താങ്കളുടെ മറുപടി എന്താണ്? അല്ല, നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകളാണ് പുറത്തു വരുന്നത്. നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന രാഷ്ട്രീയത്തിന്റെ കലുഷിതമാർന്ന രാഷ്ട്രീയത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പുറത്തു വരുന്നത്. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കുന്നത്? നിങ്ങൾക്ക് അതിനെന്താ അധികാരം? നിങ്ങളൊരു പത്രപ്രവർത്തകനാണ്. പത്രപ്രവർത്തകൻ പറയുന്ന സമയത്ത് ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ, ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ, ഇവിടുത്തെ ജനങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും അധിക്ഷേപിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വായിൽ നിന്ന് തികട്ടി വന്ന വാക്കാണ് വർഗീയ പാർട്ടി എന്നുള്ളത്. ഞാൻ വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ടോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എൻ്റെ വാചകങ്ങൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അബ്രഹാമിക് മതങ്ങളോടുള്ള നിങ്ങളുടെ വെറുപ്പും ശത്രുതയും അത് നിരവധിയായിട്ടുള്ള ദൃശ്യങ്ങളിലൂടെ തന്നെ, നിരവധിയായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രസംഗത്തിലൂടെ തന്നെ അദ്ദേഹം നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിശേഷിപ്പിക്കുന്നവരാരെയാണ്? അദ്ദേഹം പെറ്റുകൂട്ടുന്നവരെന്ന് വിശേഷിപ്പിക്കുന്നവരാരെയാണ്? രാജ്യത്തിന്റെ വിഭവങ്ങൾ ഈ മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കും എന്ന് പറഞ്ഞ് മൻമോഹൻ സിംഗിന്റെ പ്രസ്താവനയെ തെറ്റായി ഉദ്ധരിച്ച് രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആരെയാണ്? മിസ്റ്റർ നികേഷ്, നിങ്ങൾ BJPക്ക് വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് എന്ന് പറയുമ്പോൾ BJP ഇവിടത്തെ ക്രിസ്ത്യൻ മതത്തെയോ മുസ്ലിം മതത്തെയോ അധിക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വസ്തുതകൾ മുന്നോട്ട് വയ്ക്കാൻ തയ്യാറാകണം. അല്ലാതെ ലോക്കൽ DYFIക്കാരന്റെ സ്റ്റേറ്റ്മെന്റ് പോലെ കവലപ്രസംഗം നടത്തരുത്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകനാണ്. എന്റെ പാർട്ടിയെ വർഗീയ പാർട്ടിയെന്നും മുസ്ലിമിനെതിരായിട്ടുള്ള പാർട്ടിയെന്നും ക്രിസ്ത്യാനിക്കെതിരായിട്ടുള്ള പാർട്ടിയെന്നും നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ മുസ്ലിമിനെതിരായിട്ട് എന്ത് ചെയ്തു? ഞങ്ങൾ ഇവിടെ പറഞ്ഞതെന്താ? പ്രധാനമന്ത്രി പറഞ്ഞതെന്താ? ഇവിടുത്തെ വിഭവങ്ങളുടെ അവകാശികൾ, ആദ്യ അവകാശി മുസൽമാനാണ് എന്ന് പറയുന്ന മൻമോഹൻ സിംഗനാണ് വർഗീയവാദി. കാരണം ഇവിടുത്തെ വിഭവങ്ങളുടെ അവകാശികൾ ഈ രാജ്യത്തുള്ള മുഴുവൻ പൗരന്മാരാണ്. ഉൾപ്പെടെ അതിന്റെ അവകാശമുണ്ട്. മുസ്ലിമിന് വേണ്ടിയാണ് എന്ന് സ്പെസിഫിക്കലി ഫോർ മുസ്ലിം എന്ന് പറഞ്ഞ മൻമോഹൻ സിംഗനും കോൺഗ്രസുകാരനുമാണ് വർഗീയവാദി. കോൺഗ്രസുകാരനെ നിങ്ങൾ മതേതരക്കാരനായിട്ട് പറഞ്ഞിട്ട് ഈ രാജ്യം ഭരിക്കുന്ന BJPയെ വർഗീയവാദി എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു തരാൻ പറ്റില്ല. Debate with MV Nikesh Kumar.